പടച്ചോൻ എന്ന് പറയുന്ന ഒരു മഹാശക്തിയെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നേയില്ല. ഉസ്താദ്മാർ പറയുന്ന ഒരു കഥയാണ്, സി എം അടവൂരുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കഥയാണ്. 25 വർഷത്തോളം കുട്ടികളില്ലാതിരുന്ന ആമിനത്താത്തക്ക് സി എം അടവൂർ കുട്ടി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കുട്ടികളെ ചോദിച്ചു, കിട്ടിയില്ല. അവസാനം സി എം അടവൂർ ചോദിക്കാൻ കുട്ടിനെ വേണോ, അങ്ങനെ സി എം അടവൂർ കുട്ടീനെ കൊടുത്തു. അതുവരെ അള്ളാഹുവിനോട് ചോദിച്ച സ്ത്രീക്ക് നിരാശ ബാധിക്കുന്നു. അവർ ശിർക്കിലേക്കാണ് പോകുന്നത്. നിരാശ മനുഷ്യനെ കൊണ്ടെത്തിക്കുക പല തിന്മകളിലേക്കുമാണ്. പലതും ചെയ്യാനാണ് മനുഷ്യനെ കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും വളരെ വളരെ ഗൗരവമായി നിരാശപ്പെടുക എന്നത് വലമ്മകുംബി ദുആഇക റബ്ബി ശഖിയ, ഞാൻ നിന്നോട് ദുആ ചെയ്തിട്ട് നിരാശ ബാധിച്ചതൊന്നുമല്ല, എനിക്ക് നിനക്ക് പ്രയാസങ്ങളൊന്നുമില്ല, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കും. നിനക്ക് കുട്ടിനെ കിട്ടിയോ? കിട്ടി. അള്ളാഹ് കൊടുത്തു. മുമ്പൊന്നും പേരില്ലാത്ത ഹിയാനബിയെ കൊടുത്തു. ഇതാണ് പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ് ഒരു മുസൽമാന്റെ ആയുധം. നിരാശ വിശ്വാസിക്കുള്ളതല്ല, നിരാശ വഴിവെച്ചവനുള്ളതാണ്. ഈ പോയിന്റ് ശരിക്കും ഓർത്തു വെച്ചോളിട്ടോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 86 90 കഴിഞ്ഞിട്ടാണ് കുട്ടിനെ കിട്ടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. സൂറത്ത് സാഫാത്ത് 37 അധ്യായം 3-ാമത്തെ വചനം, അല്ലാഹുവേ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പ്രശ്നം സ്വാലിഹായ ഒരു സന്താനത്തെ തരണേ. എത്രയോ പ്രായം ചെന്നിട്ടാണ്. അപ്പോ ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് മലക്കുകൾ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഞങ്ങൾ കുട്ടികൾക്ക് ഒരു കുട്ടി ഉണ്ടാകുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത ഞങ്ങൾ താങ്കളോട് പറയാണ്. ആ യാഥാർത്ഥ്യത്തെ പറ്റി ഞങ്ങൾ നിങ്ങളോട് പറയാൻ. അതിനാൽ ഓ പ്രവാചക ഇബ്രാഹിം നബിയെ, താങ്കൾ നിരാശപ്പെട്ടവരുടെ കൂട്ടത്തിലാകരുത്. എനിക്കൊരു കുട്ടി ഉണ്ടാവോ? ആ നിരാശ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇബ്രാഹിം നബി അതിന് തിരിച്ചു മലക്കുകളോട് പറഞ്ഞൊരു വാചകം 15-ാം അധ്യായത്തിന്റെ 55-56 വചനങ്ങൾ, 5-5-5-6. ഈ കാര്യം 15-ാം അധ്യായം സൂറത്ത് ഹിജ്റിലാണ്. അപ്പൊ ഇബ്രാഹിം നബി അങ്ങോട്ട് പറയുന്ന കാര്യമാണ്. ഇബ്രാഹിം നബി പറയാ, തന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തെ പറ്റി നിരാശപ്പെടുന്നത് വഴിവേച്ചവനല്ലാതെ മറ്റാരാണ്? ഞാൻ വഴിവേച്ചവനല്ല, ഞാൻ ഹനീഫൻ മുസ്ലിം, നേർക്ക് നേരെ ചിന്തിക്കുന്നവനാണ്. വഴിവേച്ചവർക്കാണ് നിരാശ ഉണ്ടാകുക. ഈ പോയിന്റ് ഒരിക്കലും മറക്കരുത്. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലുള്ള കാര്യമാണ്. എന്താണ് നിരാശ എന്നതും നിരാശയിൽ അങ്ങനെ ജീവിക്കുക എന്നുള്ളതും നമുക്ക് വഴിവേട് സംഭവിക്കുമ്പോൾ വരുന്നൊരു വികാരമാണ്. അപ്പൊ അതുകൊണ്ട് നിരാശ എന്നത് ജീവിതത്തിൽ ശരിക്കും നമ്മുടെ ജീവിതത്തെ റീഡ് ചെയ്താൽ നമുക്ക് നിരാശകൾ ഉണ്ടാകും. നെഗറ്റീവിൽ പോലും പോസിറ്റീവ് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്, നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ഖൈർ എന്ന് തോന്നുന്നതിൽ ഷർറും ഷർറ് എന്ന് തോന്നുന്നതിൽ ഖൈറുമുണ്ട്. ആത്യന്തികമായ ഷർറിനെ കുറിച്ചോ ആത്യന്തികമായ ഖൈറിനെ കുറിച്ചോ നിങ്ങൾക്ക് ഒരാൾക്കറിയില്ല. അതുകൊണ്ടാണ് കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ, സൂറത്ത് തൗബയിലാണ്. കുല്ലൻ യുസീബനാ 12-ാമത്തെ വചനമാണെന്നാണ് എന്റെ ധാരണ. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. എല്ലാം അല്ലാഹുവിന്റെ ഒരു തീരുമാനം, അല്ലാഹുവിന്റെ ഒരു ഇടപെടൽ, ഖദാ ഖദർ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു വിഷയം, അതിനെ കുറിച്ച് ഗൗരവമായി പഠിച്ചാൽ നമുക്ക് എവിടുന്ന നിരാശ ഉണ്ടാവുക? ഒരു ഉദാഹരണം പറയാം, വേഗത്തിൽ മനസ്സിലാകുന്ന ഒരു ചരിത്രം പറയാം. ഉർവത്ത് ബിൻ സുബൈർ, അദ്ദേഹം വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ വലതുകാലിന് പഴുപ്പ് ബാധിച്ചിട്ട് അത് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. മുട്ടിന്റെ താഴെയായി മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചു. ഉർവത്ത് ബിൻ സുബൈറല്ലേ, അദ്ദേഹം പറഞ്ഞു, എന്നെ അനസ്തേഷ്യക്ക് അബോധാവസ്ഥയിലാക്കരുത്, എനിക്ക് ബോധം ഉണ്ടാകണം, എന്റെ പച്ചക്കാലിൽ നിങ്ങൾ മുറിക്കണം, എനിക്ക് അല്ലാഹുവിനെ കുറിച്ച് ധാരാളമായി ഓർക്കാനും ആ വേദന സഹിക്കുക വഴി എന്റെ പാപങ്ങൾ പൊറുക്കാനും അതൊക്കെ കാരണമാണ്. നിങ്ങൾ ശരിക്കും ചിന്തിക്കും. ഉർവത്ത് ബിൻ സുബൈറിന്റെ എത്രയോ കാലം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു കാല് മുറിച്ചു മാറ്റണം. അങ്ങനെ ആ കാല് മുറിച്ചു മാറ്റിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ലാ എന്ന് അദ്ദേഹം പറഞ്ഞു. സ്വന്തം കാല് മുറിച്ചു മാറ്റിയപ്പോൾ അൽഹംദുലില്ലാ. അങ്ങനെ തിയേറ്ററിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് വാർത്ത പറയുന്നു, നിങ്ങളുടെ 6 മക്കളിൽ ഒരാള് ടെറസിൽ നിന്ന്, മട്ടുപ്പാവിൽ നിന്ന്, ഉയരത്തിൽ നിന്ന് വീണ്ടും മരിച്ചിട്ടുണ്ട് എന്ന വാർത്തയും, മകൻ മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ അദ്ദേഹം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഇവിടെ ഇരിക്കുന്നവരെ, സഹോദരങ്ങളെ, നമ്മൾ അധികാരമൊന്നുമില്ലല്ലോ. നമ്മൾ വളരെ ഗൗരവമായി ആലോചിച്ചുകൊണ്ട് സ്വന്തം മകൻ മരിച്ചു എന്നിട്ട് നമ്മൾ ആരെങ്കിലും അൽഹംദുലില്ലാ പറയോ? കണ്ടു നിൽക്കുന്നവർ കേട്ടുന്നവർ ഇതെന്തൊരു വാപ്പയാണ്, മകൻ മരിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാണ്. മകൻ മരിച്ചിട്ടല്ല അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്താ? അബ്ദുല്ലാഹി നമുക്ക് മകന്റെ വാർത്ത, മരണ വാർത്ത കേട്ടാൽ അൽഹംദുലില്ലാ ചൊല്ലിയ പിതാവിന് ബൈത്തുൽ ഹംദ്, സ്വർഗത്തിൽ സ്തുതിയുടെ ഭവനമുണ്ടെന്നാണ്. അത് പ്രത്യേക വീടുണ്ട് സ്വർഗത്തിൽ. സ്വന്തം മക്കളുടെ മരണ വാർത്ത കേട്ട പിതാവ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അയാൾക്ക് ബൈത്തുൽ ഹംദ് സ്വർഗത്തിൽ ലഭിക്കുന്നതാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഈ ഉർവത്ത് ബിൻ സുബൈറിനോട് ആളുകൾ ചോദിച്ചു, അല്ല, കാല് മുറിക്കപ്പെട്ടപ്പോഴും
മകൻ മരിക്കപ്പെട്ടപ്പോഴും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അന്ന് അൽഹംദുലില്ലാ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതോ അല്ലാഹു സുബ്ഹാനഹു വ തആല തരാത്തതായി എന്തെങ്കിലും നമുക്കുണ്ടോ? 2 കാലും 2 കൈയും അല്ലാഹു തന്നു, എന്നിട്ട് ഒരു കാലിന്റെ പാതി മുറിക്കേണ്ടി വന്നു. അതല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അല്ലാഹു വേണമെങ്കിൽ 2 കൈയും 2 കാലും എടുക്കായിരുന്നല്ലോ, എടുക്കാമായിരുന്നു. എന്നിട്ടും പരമകാരുണ്യകനായ അളവറ്റ ദയാവരനായ റബ്ബ് എന്റെ ഒരു കാലിന്റെ പാതി ഭാഗമല്ലേ എടുത്തിട്ടുള്ളൂ, അൽഹംദുലില്ലാ. എല്ലാം എടുത്തില്ലല്ലോ, അത്ര ഉണ്ടല്ലോ എന്ന് നോക്കണം. ഒരു വല്ലാത്തൊരു പോസിറ്റീവ് തിങ്കിങ് ആണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, അല്ലാഹു എനിക്ക് 6 മക്കളെ തന്നു, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അതിലൊരാളെ അള്ളപ്പം വിളിച്ചു. അല്ലാഹു വേണമെങ്കിൽ 6 തന്ന റബ്ബിന് 6 തിരിച്ചെടുക്കാമായിരുന്നല്ലോ, ബാക്കിയുണ്ടല്ലോ. ഇതാണ് ജീവിതത്തിന്റെ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതാ, ഇത്രയല്ലേ പറ്റിയുള്ളൂ, സാരമില്ല എന്ന് പറയാനുള്ള ഒരു മനസ്സ്. നേരം എല്ലാവരും കുത്തിരി നിരാശ പങ്കുകൊടുക്കുക. എന്നിട്ട് അങ്ങേയറ്റത്തെ നിരാശയാണ് ആ സഹോദരിക്കും സഹോദരനും വീട്ടുകാർക്കും സുഹൃത്തിനും ഒക്കെ കിട്ടുന്നത്. അങ്ങനെയല്ല, എപ്പോഴും പോസിറ്റീവ്. റസൂൽ പറഞ്ഞ എന്താണ്? നിങ്ങള് ആളുകൾക്ക് സന്തോഷം നൽകുക വേണ്ടത്. ആളുകൾ ദുഃഖത്തിലേക്ക് അയക്കുന്ന പരിപാടി നിങ്ങൾ എടുക്കാൻ പാടില്ല. നിങ്ങൾ നോക്കി, എന്തിനാണ് അല്ലാഹുവിന്റെ റസൂൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത്? അല്ല, വഴിവേച്ചവനല്ലാതെ പടച്ചവന്റെ കാരുണ്യത്തെ തൊട്ട് വഴിവേച്ചവരല്ലാതെ. ഇനി ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീ പുരുഷനെ ആലോചിച്ചത് നമ്മൾ വഴി തെറ്റിയവരാണോ? നമുക്ക് നിരാശ നന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾ നേർരേഖയിലല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. സിറാത്തുൽ മുസ്തഖീമിൽ നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ടെന്നാണ് അർത്ഥം. വഴിവേച്ചവർക്കാണ് നിരാശ ഉണ്ടായത്. കാരണം എന്താ? എന്തിനോ നിരാശപ്പെടുന്നത്? അവനോട് അല്ല എന്താ പറഞ്ഞത്? അല്ലാഹു അവനോട് എന്താ പറഞ്ഞത്? ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചു കേട്ടോ? ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു, അഡ്രസ്സുള്ളൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. മിശ്രിതമായ സ്ത്രീ പുരുഷ സങ്കലനത്തിലൂടെ, ബീജത്തിലൂടെ, അണ്ടത്തിലൂടെ നിങ്ങൾ രൂപപ്പെട്ടു. നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നന്ദിയുള്ളവരാണോ നന്ദിയില്ലാത്തവരാണോ പരീക്ഷിക്കാനാണ്. അപ്പൊ നിരന്തരമായ പരീക്ഷണത്തിന് വിധേയമാകുന്നവനാണ് വിശ്വാസി. ഈ ബോധം അതിശക്തമായി നമുക്ക് വേണം. എന്നിട്ട് അന്ന് ചോദിക്കേണ്ടതല്ല, മുഅ്മിനീങ്ങളായി എന്നതുകൊണ്ട് നിങ്ങൾ മുഅ്മിനായി എന്നതുകൊണ്ട് അന്ന് നിങ്ങളെ പരീക്ഷിക്കില്ല എന്ന് വിചാരിച്ചോ? 29-ാം അധ്യായം തുടക്കത്തിൽ നോക്ക്. നിങ്ങൾ വിശ്വാസികളെ പരീക്ഷിക്കും. ഒരു കാര്യം ഓർക്കുക, സൂറത്ത് ബഖറയിലെ 155, 156, 157 അവിടെ പറയുന്നത് എന്താണ്? തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്ന വലനബിലു അന്നക്കും ഉറപ്പിച്ചു വരെ വലനബിലു അന്നക്കും മിനൽ ഖൗഫ് വൽ ജൂദ് വനക്സിൻ മിനൽ അംവാൽ വൽ അൻഫുസ് വസ്സമറാത്ത്. 5 കാര്യങ്ങളുണ്ട്. ഒന്ന് ഭയപ്പാട്. നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന കുറേയൊക്കെ ആളുകൾ ഒരു ഭയപ്പാടുണ്ട്. എന്താകും 2025 പറക്കുമ്പോ 2025 ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കണം എന്നതാണ് ലക്ഷ്യം. അത് മുമ്പേ പ്രഖ്യാപിച്ചതാണ്. 1925 രൂപീകരിക്കപ്പെടുകയും 2025 ആകുമ്പോൾ ഹിന്ദു രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റണം, മുസ്ലിങ്ങൾക്ക് അവരുടെ അടിമകളായി തീരണം എന്ന് കുടിക്കുന്ന ഒരു ന്യൂനപക്ഷം ഇവിടെയുണ്ട്. അതൊരു ഭയപ്പാടാണ്. മാരക രോഗങ്ങൾ വരുമ്പോഴുള്ള ഭയപ്പാട്, ദാരിദ്ര്യം നമുക്ക് നൽകുന്ന ഭയപ്പാട്, മക്കൾ വഴിതെറ്റുമ്പോഴുള്ള ഭയപ്പാട്. എന്താകും പടച്ചോനെ ഇത്? ആ ഭയപ്പാട് കൊണ്ടല്ല നിങ്ങളെ പരീക്ഷിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. പട്ടിണി കിടക്കേണ്ടി വരും, ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരും. അതാണ് 2ാമത്തെ പരീക്ഷണം. 3ാമത്തെ പരീക്ഷണം നഫ്സിന്റെ വിയോഗത്തിലൂടെ, ഉത്തരവാദിത്തപ്പെട്ട അടുത്ത ബന്ധുക്കളുടെ മരണത്തിലൂടെ, നിന്റെ തന്നെ മരണത്തിലൂടെ, അതുപോലെ നീ നട്ടുപിടിപ്പിച്ച കൃഷിയുടെ നാശത്തിലൂടെ, നിന്റെ സമ്പാദ്യത്തിന്റെ നാശത്തിലൂടെ, ഇങ്ങനെ 5 വിധേന നിന്നെ പരീക്ഷിക്കും. ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കും നബിയെ. എന്നിട്ടോ അല്ലദീന ഇദാ അസാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. എല്ലാം അങ്ങനെ അല്ലാഹുവിൽ പരമേക്കും. അതെന്താ പറയുന്നത്? അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅ വലാ ലിമാ ഖദൈത. അല്ലാഹ് തടഞ്ഞത് നൽകാൻ നമുക്ക് ശരിക്കും. എനിക്ക് റബ്ബ് ഒരു സ്ഥലം കച്ചവടം ചെയ്യുന്നു, നല്ല ആഗ്രഹമായിരുന്നു, കിട്ടിയില്ല, വിചാരിച്ചൊടുക്കൊന്നും കിട്ടിയില്ല. എന്തോരം നിരാശയായിട്ടാണ് വണ്ടി കയറുന്നത്. അങ്ങോട്ട് പോകുമ്പോ വയനാട് ചുരമായിരിക്കും, ഇങ്ങോട്ട് വരുമ്പോ ഒന്ന് കയറുന്ന മാതിരി എങ്ങനെ പോലെയാണ്. എന്താ? നിന്റെ റബ്ബ് എനിക്ക് വിധിച്ചിട്ടില്ല. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅ. പടച്ചോനെ നീ തടഞ്ഞത് നൽകാൻ
എനിക്കിപ്പോ അത് നല്ല കാര്യമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും അതിൽ എന്തോ ഒരു ചൊറുണ്ടാവും. എന്റെ റബ്ബ് എനിക്ക് തട്ടിത്തിരിച്ചു എന്നൊന്നും വിചാരിക്കല്ല ചെയ്യുന്നത്. എന്റെ റബ്ബിനോട് കാരുണ്യം കാണിച്ചില്ല എന്ന് ചിന്തിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഇത് ശരിയല്ല, ജീവിതത്തിൽ ഒരിക്കലും അത് ശരിയല്ല. വണ്ടി ആക്സിഡന്റ് ആയി, നല്ലോണം കൊണ്ടുവരുന്ന വണ്ടിയാണ്, ഫ്രണ്ട് കംപ്ലീറ്റ് തകർന്നു. സാരില്ല, റബ്ബിന്റെ വിധിയാണ്. എന്നോട് സൂക്ഷിക്കാൻ നന്നായി സൂക്ഷിച്ചു, അവൻ വന്ന് കെട്ടിടിച്ചു. സാരല്ല, നിരാശ പാടില്ല. വണ്ടിയല്ലേ റെഡിയാക്കാനല്ലോ, അതിന് പറ്റിയ കമ്പനികളും എല്ലല്ലേ ഉണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ആർക്കൊന്നും പറ്റിയില്ലല്ലോ. അങ്ങനെ ചിന്തിക്കാൻ കഴിയണം നമുക്ക്. അങ്ങനെ ചിന്തിക്കുന്നവരാണ് വിശ്വാസികൾ. അതാവണം അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം. രണ്ട് ഖുർആനിക വചനം വളരെ സുപരിചിതമായിരിക്കാം, എങ്കിലും വിഷയത്തിന്റെ മൗലികതയിൽ നിന്നുകൊണ്ട് രണ്ട് ആയത്തുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തുടർന്ന് നോക്കൂ. നിങ്ങൾ ഖുർആനിലെ 11-ാം അധ്യായമാണ്, 6-ാമത്തെ വചനമാണ്. ഞാൻ ഒരിക്കൽ ദുബായിൽ പോയപ്പോ അവിടെ ഒരു പ്രസംഗം ചെയ്ത കൂട്ടത്തിൽ ഞാൻ ഈ ആയത്ത് പറഞ്ഞു. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ, അയാൾക്ക് ജോലി നഷ്ടപ്പെട്ടു, കുടുംബസമേതം നാട്ടിലേക്ക് മടങ്ങേണ്ട ഒരു ടെൻഷനൊക്കെ ആയിട്ടായിരിക്കുകയാണ്. അത് എനിക്കറിയില്ലല്ലോ, എന്നെ സംബന്ധിച്ചാണല്ലോ. പക്ഷെ ഞാൻ ഈ ഖുർആനിക വചനം ഉദ്ധരിച്ച് പ്രസംഗിച്ചു. പ്രസംഗം അയാളൊന്ന് കെട്ടിപ്പിടിച്ചെന്നോട് പറഞ്ഞു, വളരെ നിരാശയായിരുന്നു എനിക്ക്. നല്ലൊരു ജോലി ഉണ്ടായിരുന്നൊക്കെ പോയി കുടുംബസമേതം വർഷങ്ങളായി ഇവിടെ നാട്ടിലോട്ട് മടങ്ങേണ്ടി വരുമല്ലോ എന്ന അപാരമായ ടെൻഷനായിരുന്നു. എനിക്ക് ടെൻഷനില്ല, കാരണം എന്റെ റബ്ബന്റെ ബാധ്യത ഏറ്റെടുത്തിരിക്കുന്നു ഖുർആനാ പറയുന്നത്. നോക്കൂ നിങ്ങൾ ആ വചനം, അല്ലാഹു പറയാൻ, ഈ ഭൂമിയിൽ യാതൊരു ജന്തുവും അതിന്റെ ഉപജീവനം അല്ലാഹു ബാധ്യതയായി ഏറ്റെടുത്തിട്ടല്ലാതെ ഇല്ല ഒരു സൃഷ്ടിയും. അവയുടെ താമസ സ്ഥലവും അവ ഭക്ഷണം സൂക്ഷിക്കുന്ന സ്ഥലവും അവൻ അറിയുന്നു. എല്ലാം സ്പഷ്ടമായ ഒരു രേഖയിലുണ്ട്. കേട്ടോ, ഒരു സൃഷ്ടിയുടെയും അന്ന് പറയാണ്, ഇര തേടി ഭക്ഷണം പിടിക്കാൻ പറ്റാത്ത ജീവികളുണ്ട്. സ്വയം തേടാനും പറ്റില്ല, മറ്റൊരാളാൽ ലഭിക്കുകയുമില്ല. അതിനും ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഖുർആൻ പറയുന്നു. സാഗരങ്ങളിൽ എത്ര മത്സ്യങ്ങൾക്ക്, ഈ ഭൂമുഖത്ത് എന്തൊക്കെ നടക്കുന്നത്, ഈ അണ്ടകടാകത്തിൽ, ഈ 14 ലോകത്ത് ഏകകോശ ജീവിയായ അമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലത്തെ വരെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം നിയന്ത്രിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ റബ്ബിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാതെ ജനിച്ച് വളർന്ന് കാഷ്ടിക്കേണ്ടി വന്ന് മൂത്രിക്കേണ്ടി വന്ന് കാലചക്രം കറങ്ങിയപ്പോൾ മരിച്ച് മണ്ണോട് മണ്ണ് ചേരുന്നവർ നമ്മൾ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിലില്ല, മറിച്ച് റഹ്മാനായവർ. അതുകൊണ്ട് അമ്മ ഈ ഭൂമുഖത്തിൽ ഒരു അറബി ഗ്രന്ഥത്തിൽ ഒരു മഹാപണ്ഡിതനെ എഴുതി വെച്ചൊരു കഥയാണ്. ഒരാൾ പെട്ടെന്ന് കിണറിൽ വീണു. അയാൾ കിണറിന് എഴുന്നേറ്റ് പുറത്തു വന്നവർ അവരുടെ ഒരു പരിക്കില്ല, അയാൾ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു, കുടിച്ചുടനെ അയാൾ മരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ അയാൾക്ക് അവസാനമായി അല്ലാഹു പറഞ്ഞു, ഉപജീവനത്തിലെ ഈ വെള്ളം ഉണ്ടല്ലോ ഒരു ഗ്ലാസ്, അത് കുടിച്ചിട്ടേ അയാൾ മരിക്കും. നമുക്ക് ലഭിക്കേണ്ടതും നമുക്ക് കണക്കാക്കിയതും അല്ല ചിലർക്ക് വിശാലമായി നൽകുന്നതാണ്, അല്ല ചിലർക്ക് ദാരിദ്ര്യം സമ്മാനമായി നൽകുന്നതാണ്. രണ്ടും പരീക്ഷണമാണ്. നേതരം കുതിരകൾ 2000-ഓളം ലോകത്തെ ഏറ്റവും മുന്തിയ കുതിരകൾ സുലൈമാൻ നബിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയുണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഞാൻ ഉപയോഗിക്കും, എന്റെ റബ്ബിനെ സ്മരിച്ചുകൊണ്ടും അവനോട് നന്ദി കാണിച്ചുകൊണ്ടും ഞാൻ ഉപയോഗിക്കും. ബൽഖീസ് കൊട്ടാരത്തിലെ സിംഹാസനം തന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടപ്പോ, ഇതെന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ്, ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കിട്ടവനാണോ എന്ന് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഓടി കാറുണ്ടായി, കൊട്ടാര സമാനമായ വീടുണ്ടായി, ഹൈവേയിൽ നല്ലൊരു വീടുമുണ്ടായി, നല്ലൊരു കമ്പനിയിൽ അത് നടത്തുവാനുള്ള സൗകര്യമുണ്ടായി, നല്ല മക്കളുണ്ടായി, ഓരോന്നും മെച്ചപ്പെട്ട കച്ചവടമുണ്ടായി, വിചാരിച്ച ഏറ്റവും മുന്തിയ സ്ഥലം സ്വന്തമാക്കാൻ കഴിഞ്ഞു. അതിന്റെ ആധാരത്തിൽ ഒരു കംപ്ലൈന്റും ഇല്ല. അപ്പൊ പറയണേ, എന്റെ റബ്ബ് എനിക്ക് തന്നതാണ്, വെറുതെ തന്നതല്ല. ഞാൻ നന്ദിയുള്ളവനാണോ ഞാൻ നന്ദി കെട്ടവനാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിരാശ പാടില്ല, പ്രതീക്ഷകളുടേതായിരിക്കണം. 2-ാമത്തെ വചനം സൂറത്ത് ഹദീദിലാണ്, 50-ാം അധ്യായം 22-ാമത്തെ വചനമാണ്. മാ അസാബം മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഭൂമിയിലോ, ശരിക്കും അടിവരട്ടോ, ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിലോ തന്നെയോ യാതൊരു ആപത്തും ബാധിക്കുകയില്ല. അത് അല്ലാഹു ഒരു കിതാബിൽ എഴുതിയതല്ലാതെ
കാലപകടമുണ്ടായി, മകന്റെ കാല് മുറിക്കേണ്ടി വന്നു. അതെന്റെ റബ്ബ് രേഖപ്പെടുത്തിയതാണ്. അതല്ലാത്ത ഒന്നും എന്റെ ജീവിതത്തിൽ വരില്ല, എന്റെ മക്കളുടെ ജീവിതത്തിൽ വരില്ല. ബാക്കിയൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്റെ മകന്റെ ജീവനുണ്ട്. വെപ്പ് കാല് വെച്ചാൽ അവൻ നടക്കുകയും ചെയ്യാം. കാലും കയ്യുമല്ല പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നത്, ആത്മാവാണ്. ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് കേടുവന്നാലോ ശരീരം മുഴുവനും കേടുവന്നിരിക്കുന്നു. അലാവഹിയൽ കൽബ്, അത് ഹൃദയത്തിന്റെ ശുദ്ധീകരണമാണ്, ആത്മാവിന്റെ ശുദ്ധീകരണമാണ്. ആരാത്മാവിനെ ശുദ്ധീകരിച്ചോ അവർ വിജയിച്ചിരിക്കുന്നു. ആരാത്മാവിനെ മലീമസപ്പെടുത്തിയോ അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു പറയുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരാശ പാടില്ല. അടുത്ത ഖുർആനിക വചനത്തിൽ റഹ്മാനായ റബ്ബ് പറയുന്നത്, എന്തിനാണ് ഈ ഭൂമുഖത്ത് ഈ ദുരന്തങ്ങളൊക്കെ വെച്ചത്, ഈ സന്തോഷങ്ങൾ വെച്ചത്? അതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? നിങ്ങൾ നേടിയതിന്റെ പേരിൽ, അടിവരട്ടോ, നിങ്ങൾക്ക് നേട്ടമുണ്ടായതിന്റെ പേരിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനാണ്. നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അമിതമായി നിങ്ങൾ ദുഃഖിക്കുകയും വരുത്. അങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്ക്. എല്ലാ കാര്യവും, എന്ത് കാര്യവും കൂട്ടം വളരെ ശാന്തം, നെഗറ്റീവ് പോലും പോസിറ്റീവ് തരുന്നു. എല്ലാത്തിലും കയ്യിലുണ്ടാവും. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു മനസ്സ് അതാണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ അറിയിച്ച ഒരു കാര്യം, 2 ഖുർആനിക വചനം കൂടാണ് പറയാൻ പോകുന്നത്. ആ 2 ഖുർആനിക വചനം വളരെ ഗൗരവമായി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അനഹസിതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ. 3-ാം അധ്യായം 142-ാമത്തെ വചനമാണ്. അതിൽ പറയുന്നത് അതല്ല, നിങ്ങളിൽ നിന്ന് ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നവരും അങ്ങേയറ്റം ക്ഷമിക്കുന്നവരും ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല. എന്താ സ്വർഗത്ത് പോണോ? എളുപ്പമല്ല. അങ്ങേയറ്റത്തെ ക്ഷമയുള്ളവർക്കാണ്. ജീവിതത്തിന്റെ എല്ലാ രംഗവും ക്ഷമയാണ്. ഭാര്യ ഒരു പരീക്ഷണമാണ്, ഭർത്താവ് ഒരു പരീക്ഷണമാണ്, മക്കളുടെ എണ്ണം ഒരു പരീക്ഷണമാണ്, സുഹൃത്തുക്കൾ പരീക്ഷണമാണ്, സംഘടന പരീക്ഷണമാണ്, എല്ലാം പരീക്ഷണമാണ്. അങ്ങനെ പരീക്ഷണം വന്നിട്ട് എല്ലാം സഹിച്ചും ക്ഷമിച്ചും തരണം ചെയ്തും തെക്കുവകൈക്കൊണ്ടും ജീവിച്ചവരോട് 8 സ്വർഗത്തിന്റെ വാതിലുകളിലൂടെ മലക്കുകൾ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. സലാമുൻ അലൈക്കും ബിമാ സബർതും, സലാമുൻ അലൈക്കും ബിമാ സബർതും. ക്ഷമിച്ചതുകൊണ്ട് സ്വർഗത്ത് പോയിക്കൊള്ളുകയും, നിസ്കരിച്ചതുകൊണ്ട് എന്നല്ല, നോമ്പ് നോറ്റതുകൊണ്ട് എന്നല്ല, സകാത്ത് കൊടുത്തതുകൊണ്ടല്ല, എല്ലാത്തിന്റെയും ആത്യന്തികത ക്ഷമയാണ്. ആ ക്ഷമ അവലംബിച്ചതുകൊണ്ട് സലാമുൻ അലൈക്കും ബിമാ സബർതും, സ്വർഗത്തിൽ പോയിക്കൊള്ളുകയും. ഇതാണ് സൂറത്ത് ആരംഭം 142 പറയുന്നത്. ഒരു വചനം കൂടെ പറയാൻ, 2-ാം അധ്യായം 214-ാമത്തെ വചനം. അമഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മഥലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅ്സാഉ വദ്ദറാഉ വസുൽസിലൂ ഹത്താ യഖൂല الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. സ്വർഗ്ഗത്തിൽ എളുപ്പത്തിൽ മഹാന്മാരായ അബൂബക്കർ ജറാഹ് പോലുള്ള സ്വഹാബിമാരെ വന്നിട്ട് നബിയോട് ചോദിക്കുന്നത്, കണ്ടില്ലേ ശരീരം മുഴുവനും ശത്രുക്കള്, ചീർപ്പ് കൊണ്ട് മാംസം പിഴുതെടുത്ത് ഇരുമ്പിന്റെ, ഞങ്ങളെ തീയിലിട്ട് കരിച്ചു, ഞങ്ങളുടെ കൈകളിലൊക്കെ മുറിവെച്ചു. അള്ളാന്റെ റസൂലെ ദുആ ചെയ്യുന്നില്ലേ? അപ്പൊ റസൂൽ ഓതിക്കൊടുത്തതാണ്, സ്വർഗത്തിൽ എളുപ്പത്തിൽ കിടക്കാൻ കഴിയില്ല. പരീക്ഷിക്കപ്പെടാതെ, പീഡിപ്പിക്കപ്പെടാതെ, നാട് കടത്തപ്പെടാതെ, കഠിനമായി നിങ്ങൾക്ക് പരീക്ഷണമില്ലാതെ, وماله وولده حتى يلقى الله تعالى وما عليه خطيئة. ഒരു ഹദീസാണ്, അപാരമായ ഒരു ഹദീസാണ്. ഇത് പറയുന്നത് മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനാത്ത്. ഒരു സത്യവിശ്വാസിക്കും ഒരു സത്യവിശ്വാസിനിക്കും പരീക്ഷണം തുടർച്ചയായി ഒന്ന് കഴിഞ്ഞു അങ്ങനെ ധാരാളം പരീക്ഷണങ്ങൾ. എന്നിട്ട് എന്താ റസൂൽ പറയുന്നത്? സ്വന്തം നഫ്സിൽ അതുണ്ടാവും, സമ്പത്തിൽ അതുണ്ടാവും, നിങ്ങളുടെ പൊന്നോമന മക്കളിൽ നിങ്ങൾക്ക് ഈ പരീക്ഷണം ഉണ്ടാവും. എന്നിട്ട് എന്താ പറയുന്നറിയോ? അബ്ദുസലാം, അബ്ദുൽ മജീദ്, അബ്ദുൽ ഗഫൂർ, ആയിഷ, അമിന, അത് പറയാം. അവർ പാപമുക്തരായിട്ടാണ് അവനെ കണ്ടുമുട്ടുക.
എന്ത് രോഗവും എന്ത് പരീക്ഷണവും ഒരു തല വെച്ചടിച്ചു കമ്പി. അൽഹംദുലില്ലാ, ഏതോ ഒരു വലിയ പാപം പൊറുക്കപ്പെട്ടിട്ടുണ്ട്. ഹദീസിൽ അങ്ങനെ ഉള്ളത്, പാപം പൊറുക്കപ്പെടും. ഒരു കാലിൽ മുസ്ലിമിൻ വലാ നസബിൻ വലാ ഹമ്മിൻ, ഒരു മുസ്ലിമിന്റെ വ്യതയാകട്ടെ, വേദനയാകട്ടെ, ദുഃഖമാകട്ടെ, പരിഹാസമാകട്ടെ, എന്തവൻ ഏറ്റുവാങ്ങുന്നുവോ ഒരു കാലിൽ മുള്ളു തറയ്ക്കുന്നത് പോലും അവന്റെ പാപം പൊറുത്തിട്ടല്ലാതെയില്ല. ഇതിനേക്കാൾ വലിയ ഓഫർ എന്താ വേണ്ടി? ഒരു ഹദീസ് കൂടെ ശ്രദ്ധിച്ചു. എന്തുകൊണ്ടാ നമുക്ക് ടെൻഷൻ അറിയുന്നത്? അത് വല്ലാത്തൊരു ഹദീസല്ല സുഹൃത്തുക്കളെ. നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വീടുണ്ട്, റോഡ് സൈഡിലാണ്, എല്ലാ സൗകര്യം, എന്നിട്ടും നീ ആ കൊട്ടാര സമാനമായി വീട് നോക്കി വീടിപ്പിടെ അവിടുത്തെ കാർപോർച്ചിലെ പിന്നെ ഏതെങ്കിലും മുന്തിയ ഫെറാറിയോ ഓടിയോ ബെൻസോ അല്ലെങ്കിൽ BMW ഒക്കെ കണ്ടിട്ട് വീടിപ്പിടെ അവർ അള്ളാന്റെ റസൂൽ പഠിപ്പിക്കാൻ ഒന്നൂറോ നോക്ക്. കിടപ്പാടമില്ലാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ഒരിക്കലെ ആസിയയെ വിളിച്ചിട്ട് കൈകൊട്ടിയപ്പോ ഫാത്തിമ പറയുന്നത്, നബിയെ ഒരു വൃത്തിനെ വെച്ച് തന്നോടെ നബിയെ എനിക്ക്. അപ്പൊ പറയാണ്, ഇല്ല മോളെ, അഹ്ലുസുഫത്ത് 300 ചില ആളുകൾ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, ഒരു തുണ്ട് ഭൂമിയില്ലാത്തവർ, സ്വന്തമായി ഭൂമിയില്ലാത്തവർ, വീടില്ലാത്തവർ, ഭക്ഷണമില്ലാത്തവർ. നബിയുടെ ചിന്ത അതുകൊണ്ട് മോളെ അവരെ നോക്ക്. സാരല്ലേ, ഇതൊക്കെ ഉണ്ടായില്ലേ, നിനക്കൊരു വീടെങ്കിലും ഇല്ലേ, ഒരു വാടക വീടെങ്കിലും ഇല്ലേ, അവർക്ക് എന്താ ഉള്ളത്? അതുകൊണ്ട് അധികമാകണ്ട മോളെ. എത്ര കൃത്യമാണ് ആ പഠിപ്പിക്കുക, എത്ര വ്യക്തമാണ് പഠിപ്പിക്കുക. ഏറ്റവും താഴെക്കടയിൽ ചേരി പ്രദേശിച്ചിരിക്കുന്ന മനുഷ്യരെ കണ്ടിട്ട് 2 കാലും 2 കൈയില്ലാത്തവർ നോക്കിയപ്പോലെ ഒരു കൈയില്ലാത്തവര് ശരീരം മുഴുവനും തളർന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം കാണാത്ത എത്ര ആളുകളുണ്ട് ലോകത്ത്. വീട്ടിൽ എത്രയോ ചെറുപ്പത്തിൽ തളർന്നുപോയി ആക്സിഡന്റ് പറ്റിയിട്ട് ആ വീട്ടിന്റെ ബെഡും ടോയ്ലറ്റും അല്ലാതെ ഒരു പ്രകൃതിയും ജീവിതത്തിൽ കാണാനാകാത്ത മനുഷ്യരില്ലേ ഇവിടെ? എന്നിട്ട് അള്ളാഹു പറയാ, റസൂൽ പറയാണ്, നിന്റെ മേലെയുള്ളവരിലേക്ക് നീ നോക്കരുത്. റബ്ബ് നിനക്ക് തന്ന അനുഗ്രഹത്തെ ശരിക്കും നിനക്ക് കാണണമെങ്കിൽ നീ മുന്തിയവരിലേക്ക് നോക്കരുത്, താഴെയുള്ളവര്. അപ്പം നിനക്ക് മനസ്സിലാവും നിന്നെ അള്ളാഹ് എത്ര ആദരിച്ചിട്ടുണ്ട്. ഇനി പറയും, നിരാശ ഉണ്ടാവോ ഇനി ജീവിതത്തില്? നിരാശ നമുക്ക് ആവശ്യമുണ്ടോ? എല്ലാം വന്നു തീരില്ലേ? എടുത്തൊന്നും തന്നതൊക്കെ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ, ഒന്നും കൊണ്ടുപോയില്ല, ഉറപ്പല്ലേ? 3 മല്ല് തുണിയിൽ പൊതിഞ്ഞ് പഞ്ഞിയൊക്കെ വെച്ച് മൂക്കൊക്കെ അടച്ച് കൊണ്ടുപോയിട്ട് പള്ളിക്കാട്ടിൽ ആർക്ക് തിന്നാനാ? വണ്ടിനും പുഴുക്കൾക്കും തിന്നാനാ. അതുകൊണ്ട് സമ്പത്തൊക്കെ അല്ലാതെ മാർഗത്തിൽ കൊടുത്തു. ഈ കവി പറയുന്നുണ്ടായോ, ഒരാൾക്ക് 2 ചെരുപ്പുണ്ട്, മറ്റേ കാലം ഇടത്തെ കാലുണ്ടോ, പക്ഷെ കാലില്ല. പിന്നെ എങ്ങനെ ചെരുപ്പിന്റെ അതുപോലെയാണ് സമ്പത്തിന്റെ കൊടുക്കുന്നില്ല, പിന്നെ കാലില്ലാത്തവനെ പോലെയും സമ്പത്തുണ്ടായിട്ട് എന്താ കാര്യം? അതുകൊണ്ട് എല്ലാം അള്ളാന്റെ മാർഗം ചെലവഴിക്കുകയും അള്ളാഹുവിന് വേണ്ടി ജീവിക്കുകയും നിരാശയില്ലാതെ എന്റെ റബ്ബ് എനിക്ക് തരും. ഇതാണ് തീക്കുണ്ടാക്കുന്ന ആരെ രക്ഷപ്പെടുത്തും? ഹസ്ബി അല്ലാഹ്, എന്റെ റബ്ബ്. ചെങ്കടലിൽ ആരെ രക്ഷപ്പെടുത്തും? എന്റെ റബ്ബ്. പ്രതിസന്ധിയിൽ ആരെ രക്ഷപ്പെടുത്തും? എന്റെ റബ്ബ്. സൗഹൃദയിൽ ആരെ രക്ഷപ്പെടുത്തും? എന്റെ റബ്ബ്. ആള് കരുത്തിൽ കുത്തിവെക്കുമ്പോൾ ചോദിക്കുക, നിരാശല്ല, എന്റെ റബ്ബ്, 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 റബ്ബ്. അതാ പറഞ്ഞു, വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്, ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്, ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്. റബ്ബാണ്, റബ്ബ്. ആ റബ്ബിനെ വിശ്വസിച്ചവർക്ക് നിരാശയില്ല. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.